ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അതായത് ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നാളെ ഞാൻ തിരിച്ചു പോകും. ഓക്കെ. എന്നിരുന്നാലും ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എൻ്റെ മുടി ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ കൊഴിഞ്ഞ് 4, 3, 7 പൂട മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മാത്രമല്ല എല്ലാവരും മാതിരി അലമ്പായിട്ടാണ് കിടക്കുന്നത്. അന്ന് നമ്മൾ ഹെയർ കളർ ചെയ്തായിരുന്നു, അതുപോലെ തന്നെ പിന്നെ മുടിയൊന്ന് വെട്ടുമായിരുന്നു. എല്ലാം കൂടെ ആയപ്പോഴത്തേനും എൻ്റെ മുടിക്ക് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ നമുക്ക് എൻ്റെ മുടി ഒന്ന് മര്യാദരാമനാക്കാനായിട്ട് പോവാണ്. അത് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം, പൈസ വേണം. ഇത് രണ്ടും ദൈവം അനുഗ്രഹിച്ച് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അത്രയുള്ള ക്ഷമയൊന്നും എനിക്കില്ല. വണ്ടി പിടിച്ച് ബ്യൂട്ടി പാർലറിൽ പോകണം, അവിടെ ഇരുന്നിട്ട് ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. മെനക്കെട്ട പരിപാടികളാണ്. സോ അങ്ങനെ എന്നെപ്പോലെ മെനക്കെടാൻ തയ്യാറില്ലാത്തവർക്ക് എന്താ പറയുക, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. സോ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു തിണ്ടിയുടെയും അവകാശം ആവശ്യമില്ല. അപ്പം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് എന്താ പറയുക കിട്ടിയൊരു നിധിയാണ് ഗൈസ്. സോ ഇതാണ് മേക്ക് മീ ബോൾഡിൻ്റെ ഹോട്ട് എയർ ബ്രഷ്. 3-in-1 ഹോട്ട് എയർ ബ്രഷാണ്. ഓക്കെ. സോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഹെയർ ഡ്രയർ പ്ലസ് ഒരു ബ്ലോ ഡ്രൈ ബ്രഷും കിട്ടുന്നുണ്ട്. സോ ഇവൻ മാത്രം മതി നമുക്ക് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ പറയുകയാണ്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഹെയർ കത്തിക്കരിഞ്ഞ് പണ്ടരടക്കും. സോ അതുകൊണ്ട് പക്ഷേ ദൈവാനുഗ്രഹിച്ച് എൻ്റെ കയ്യിൽ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഇല്ല, കഴിവില്ല. സെറോ ഉണ്ടായിരുന്നു, അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൊണ്ടുവരാനും മറന്നുപോയി. നല്ല പരിപാടിയായിട്ടുണ്ട്. പക്ഷേ എന്തിരുന്നാലും ഞാൻ എൻ്റെ ഓൺ റിസ്കിലാണ് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ എൻ്റെ മുടിയിൽ പരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേനും ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നാളെ ഇത് കണ്ടിട്ട് മുടി കരിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്തോ എന്ന് ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പം എൻ്റെ ഗൈസ്, നമുക്ക് പാർലറിൽ പോയി കിട്ടുന്ന സാധനം നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ. സോ അതും അത്രയും പ്രൈസും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇതിന് അത്രയും പൈസയും കൊടുക്കേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ. ഇതാണ് കേട്ടോ, ഇതാണ് കവറ്. ഇത് നല്ല അടിപൊളി കവറിങ് പാക്കേജിങ് ആണ് കേട്ടോ ഇവരുടെ. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. സോ യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ടൂൾസ്. ഓക്കെ. ദിസ് ഈസ് ബ്ലോ ഡ്രൈ ബ്രഷ്, ഇത് ഹെയർ ഡ്രയറാണ്, ഇതാണ് നമ്മുടെ മെഷീൻ. നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ഇതുണ്ടല്ലേ, വാവ്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇത് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ദിസ് ഈസ് ബ്ലോ ഡ്രൈ ബ്രഷ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് എൻ്റെ മെഷീൻ. ഓക്കെ. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ടൂള്. ഇവിടെ നമുക്കിങ്ങനെ പ്ലഗ് വെച്ച് കുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ലോക്ക് ചെയ്യുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. അതായത് ഇത് നമുക്ക് ഈ ബട്ടൺ ഇങ്ങനെ താഴോട്ട് വലിക്കുക. താഴോട്ട് വലിച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഈ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കിങ്ങനെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. സിമ്പിൾ. ഇത് ലോക്കായി. ഇത് ഊരണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ ഒരു ബട്ടൺ താഴേക്ക് വലിക്കുക, തിരിക്കുക, ഊരെടുക്കുക. ഓക്കെ. സോ ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. സോ ഇതുണ്ടല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വാവ്, നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാനിത് ഓൺ ചെയ്തിട്ട് ഏതാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. സോ ആദ്യം നമ്മളിങ്ങനെ മുടി ചീകി നമ്മുടെ മുടിയിൽ ചെട കളഞ്ഞ് വിടം സെറ്റാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പാർട്ടീഷനാക്കി എടുക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ. ഇത് ഓണാക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. ഞാൻ പറയാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നത്, ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിത് പല മോഡ്സിലിടാം. ഇത് വാം, ലോയർ, മീഡിയം, ഹൈ എന്നുള്ളതിടാം. നമുക്കത് നമ്മുടെ ഹീറ്റിനനുസരിച്ചിട്ടിടാം. അപ്പം ഞാനിത് ലോയിലാണ് ഇടാം. ഇത് വളരെ ലോയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ.
വല്ല വ്യത്യാസവും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഗൈസ്. നമുക്കിത് ആക്ച്വലി നമ്മുടെ കയ്യിൽ സെറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചീപ്പ് വെച്ചിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ എടുക്കുന്നുള്ളേ. എന്നിട്ട് ബാക്കി ഭാഗം ഞാൻ ക്ലിപ്പിട്ട് വെക്കാം. ഓക്കെ, അഞ്ഞിനെ പോലുണ്ട് ഗൈസ്. അതായത് ഞാനത് നല്ല രീതിക്ക് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാമിലിടാം. വല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇത് ഞാൻ ചെയ്ത രീതി കറക്റ്റൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് എന്താ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്, കണ്ടില്ലേ? പിന്നെ ഓൾറെഡി എൻ്റെ മുടി എങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. നമുക്ക് ഇതിപ്പോൾ ഒന്ന് ഇപ്പം മീഡിയം ആണ് കേട്ടോ ചീറ്റെടുക്കുന്നത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഒന്നും ചെയ്യാത്ത മുടി. ഇത് ഞാനിത് ചെയ്ത മുടി. എന്തൊക്കെയൊക്കെ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ? സോ ഇത് വൃത്തിക്കും മനക്കൊക്കെ മര്യാദയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടിരിക്കും. അപ്പം എനിക്ക് എന്തായാലും ഈ ഒരു അടിപൊളി സാധനമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കൊടുക്കുന്ന പൈസ അത് വെറുതെ കൊടുക്കാണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. സോ എന്തായാലും നിങ്ങളിതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തൂ കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ്, പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ബൈ ബൈ, ടാറ്റ.